ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ടപ്പോൾ അതിന് ചിന്നോട് കേൾക്കായിരുന്നു. ഡയറക്ടർ കേൾക്കാത്ത ചിന്നേൻ്റെ കൊറിയൻ ഡയറക്ടർ എന്തായിട്ട് ചിൻ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടോ സാർ? ഡയറക്ടർ പറഞ്ഞു ഞാൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കാൻ പോവാം എന്ന് ജിന്ന് പറയായിരുന്നു. ഇന്ത്യൻ ലാംഗ്വേജിൽ ഞാൻ അഭിനയിക്കാൻ പോവാം എന്ന് ജിന്ന് പറയുന്നു. ഇത് കേട്ട് ഡയറക്ടർ ഷോക്കായിരുന്നു. അതെ സാർ, ഞാൻ മൂവിയിൽ അഭിനയിക്കും. എൻ്റെ വൈഫ് ഏതെല്ലാം ലാംഗ്വേജിൽ അഭിനയിക്കും. ഞാൻ ഒരേ ലാംഗ്വേജിൽ അഭിനയിച്ച പ്രശ്നമല്ല സാർ, കുറച്ച് ഫേമസ് ആണ്. എന്നെ ജിന്നി ചിരിച്ചിട്ട് പറയായിരുന്നു. ശരിടാ ജിൻ, നിൻ്റെ മൂവിയിൽ നിൻ്റെ വൈഫ് ഈ കുറേ മൂവിയിൽ അഭിനയിക്കണം എന്ന് ജിന്നിയോട് പറയായിരുന്നു. സ്റ്റോറി ജിന്നിക്ക് പൊട്ടിച്ചായിരുന്നു. ശരി, എൻ്റെ വൈഫിനോട് പറയാം. എൻ്റെ വൈഫിനോട് കേട്ടായിരുന്നു. പ്രിയ എന്നെ മൂവി അഭിനയിക്കണ? ഇല്ല. ശരി, എൻ്റെ മൂവിയിൽ കൂടെ അഭിനയിക്കാൻ പറ്റുമോ? ജിന്നി കേട്ടായിരുന്നു. ഓക്കെ പറഞ്ഞു. ജിന്നി മൂവിയിൽ ഡ്രാമയിൽ അഭിനയിച്ചു. ഭയങ്കര ഫേമസ് ആയിരുന്നു കൊറിയയിൽ. അങ്ങനെ ഹീറോയിനെ സെലിബ്രിറ്റി മാതിരി റേറ്റ് ചെയ്തായിരുന്നു. ഹീറോയിൻ മൂവി ഭയങ്കര ഫേമസ് ആണ്. ഹീറോ എല്ലാവർക്കും ഹീറോയിനെ പൊടിച്ചായിരുന്നു. അത് മാത്രമല്ല ഹീറോയിനെ നിറയെ ലാംഗ്വേജ് മൂവി അഭിനയിച്ചതല്ല ഹീറോയിൻ്റെ. ഹീറോ ഏതെങ്കിലും മൂവി അഭിനയിച്ചത് എല്ലാവരും ഗേൾസ് എല്ലാം നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ഒരു എല്ലാ ഗേൾസ് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഹീറോയിൻ അതെല്ലാം ലാംഗ്വേജ് ഹീറോയിൻ അതിലെഴുതിയിട്ട് എല്ലാം ചെയ്തായിരുന്നു. എല്ലാ ഫാൻസ്കൾ ജിന്നൊക്കെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അത് ട്രാൻസ്ഫർ ആയിട്ട് പറഞ്ഞത് ഹീറോയിൻ പറഞ്ഞ ആ മൂവിയെല്ലാം കുറച്ച് എഡിറ്റിങ് ചെയ്ത് അത് സൗണ്ട് എല്ലാം കൊറിയൻ വോയിസ് മാത്രം അത് വെച്ചിട്ട് ഹീറോ ചെയ്തിട്ട് അത് കൊറിയനായിട്ട് അത് സൂപ്പറായിട്ട് ഫേമസ് ആയി. നിറയെ ഹീറോയെ അഭിനയിച്ച മൂവി എല്ലാവരും CD മേങ്ങി വന്നിട്ട് ഏതെല്ലാം ഹീറോയെ അഭിനയിച്ച മൂവി അതിൻ്റെ പേര് ഡേറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഹീറോയിൻ്റെ മൂവിയിൽ പോയിട്ട് എല്ലാവരും നോക്കി എൻജോയ് ചെയ്യായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ജിന്ന് പറഞ്ഞ് നിറയെ ലാംഗ്വേജ് ഇപ്പോൾ ജിന്ന് എന്താ സാർ പറഞ്ഞു. ജിന്നൊക്കെ നിറയെ മൂവി ചാൻസ് കിട്ടിയായിരുന്നു. ഈ മൂവിയിലെല്ലാം അഭിനയിക്കണം. ജിന്ന് ഫസ്റ്റ് മലയാളം മൂവിയിൽ ജിന്ന് അഭിനയിച്ച് അത് നല്ല ടോപ്പ് ഫേമസ് ആയി. തമിഴ് ജിന്നോരോട് അഭിനയിച്ചായിരുന്നു. മലയാളത്തിൽ ജിന്നിൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ പേര് കീർത്തി സുരേഷ്. ജിന്ന് സൂപ്പറായിട്ട് അഭിനയിച്ചു. അതുമാത്രമല്ല തമിഴിൽ ജിന്നക്ക് വീണ്ടും മലയാളത്തിൽ ജിന്നോട് വേക്കുന്ന് പറയുന്ന ഡയറക്ടർ അന്യം കൂടെ മലയാളത്തിൽ തമിഴ് വീണ്ടും അഭിനയിക്കാൻ പോയിരുന്നു. ഇവളാണ് എന്ന് പറയുന്നു സാറ. എന്നാൽ ജിന്ന് അഭിനയിച്ചു സൂപ്പറായിട്ടായി. തെലുങ്കിൽ അഭിനയിക്കാൻ തുടങ്ങി ജിന്ന്. തെലുങ്കിലും പറഞ്ഞ കൃതിഷ് ശക്തി എന്നിട്ട് 2 ആക്ടർ വന്നു. തെലുങ്കിൽ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. തെലുങ്കിലും കന്നഡത്തിൽ 2 മൂവി, അങ്ങനെ ഹിന്ദിയിൽ ഷുഗർ മൂവി ഓരോ മൂവിയിലും ഭയങ്കര ഷുഗർ നിറയെ മൂവിയിൽ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഷുഗർ ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങി. അപ്പോൾ ഡയറക്ടർ വന്ന് പറയും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവി ഷുഗർ വെച്ചു. അതുമാത്രമല്ല ഇംഗ്ലീഷ് മൂവി ഷുഗർ അഭിനയിച്ചു. പിന്നെ ചൈനീസ് ഡ്രാമ, ജാപ്പനീസ് ഡ്രാമ എല്ലാം നിറയെ ഡ്രാമയിൽ ഷുഗർ ഭയങ്കര അഭിനയിച്ചു. അങ്ങനെ ടോപ്പ് നമ്പർ 1 ആക്ടർ ആയിട്ട് അവാർഡ് വാങ്ങിയായിരുന്നു. ജിന്നക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജിന്ന് നിറയെ മൂവിയിൽ അഭിനയിച്ചു. അതുകൊണ്ട് ജിന്ന് നിറയെ മൂവിയിൽ അഭിനയിച്ചുകൊണ്ട് ജിന്നക്ക് നല്ല അവാർഡ് കിട്ടിയായിരുന്നു. ജിന്നക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല ടോപ്പ് നമ്പർ 1 ടോപ്പ് ബിസിനസ്മാൻ ആക്ടറായിട്ട് മാറിയ ജിന്ന് നിറയെ മൂവിയിൽ വെച്ചു. അതുമാത്രമല്ല ജിന്ന് നല്ല ലാംഗ്വേജ് നന്നായിട്ട് അറിയും ജിന്നക്ക്. അതുമാത്രമല്ല ജിന്നക്ക് ഒരു ചാൻസ് വന്നിട്ട് എത്തിയായിരുന്നു. ജിന്ന് എന്താ സാർ പ്രശ്നം? ജിന്നിൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നായിരുന്നു. ഞാനൊരു കാര്യം പറയാം. എന്താ സാർ പ്രശ്നം? എന്താ പറയായിരുന്നു എന്ന് ജിന്നിൻ്റെ പറയായിരുന്നു. നിങ്ങൾക്ക് ഈ മൂവിയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറയായിരുന്നു. എന്ന് പറഞ്ഞു. ജിന്ന് ഹൊറർ മൂവിയാണ് മലയാളത്തിൽ. ശരി, ഓക്കെ. നല്ല സൂപ്പറായിട്ട് ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിച്ച് സൂപ്പറായിട്ടായിരുന്നു. നല്ല അഭിനയിച്ചായിരുന്നു. ജിന്ന് അവാർഡ് ടിക്കറ്റായിരുന്നു. ഹൊറർ മൂവി നിറയെ മൂവിയിൽ നന്നായിട്ട് അഭിനയിച്ചായിരുന്നു. അതുമാത്രമല്ല ജിന്നക്ക് നിറയെ ലാംഗ്വേജ് മൂവിയിൽ അഭിനയിച്ച് നല്ല അവാർഡ് കിട്ടിയായിരുന്നു. ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് കൂടെ റൊമാൻസ് ചെയ്തായിരുന്നു. അങ്ങനെ ജിൻ പറയായിരുന്നു. അതിനെക്കൊണ്ട് ഹീറോയിൻ വീട്ടിൽ ടോർച്ചായിരുന്നു. അതുമാത്രം ഹീറോയിൻ മേലെ കുറച്ച് ഗേൾസുകൾ ജലസായിരുന്നു. അതുമാത്രമല്ല ജിന്ന് വീട്ടിലായിരുന്നു. നല്ല റൊമാൻസ് ആയിരുന്നു. ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. ജിൻ ഹായ് മിട്ര, എന്താ പറ്റി? ഹലോ, മച്ചി ക്ലങ്കസ് ഡി. എന്താ ഇപ്പോൾ? എടീ മറന്നോ? എന്തടി പാർട്ടി വേണ്ടടി? കോളേജ് റെയിനു നീ
ഷൂ മറന്നുപോയി ഇരിക്കലേ വന്നാ വാ ജിൻ റെഡി ആയിക്കോ നൈറ്റ് പോകണം ശരി ഓക്കെ ജിന്നു പറയായിരുന്നു ഇപ്പോൾ റെസ്റ്റ് എടുത്തോ ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹിരേഷു ജിന്നു റെഡി നല്ല ഉറങ്ങായിരുന്നു നല്ല നൈറ്റായിരുന്നു രണ്ടുപേർ റെഡി ആയിട്ട് ബേബീസിനെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു ഇപ്പോൾ ഹീറോയുടെ ബേബീസ് വളർന്നു വലുതായി ഇപ്പോൾ ബേബീസക്ക് 6 വയസ്സായി ഇരെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു അതിനെ കൊണ്ട് ഇരയുടെ ഫ്രണ്ട്സെല്ലാം പറയണം മച്ചി എന്ന് പറഞ്ഞ ഹിലറാക്ചത് എല്ലാ ഗേൾസ് എല്ലാം പറയുന്നു ഓ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് കാണാൻ സമയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഹിരേഷ് ജിന്നെ സംസാരിക്കുകയാണ് ഓ നിനക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിയൂ അപ്പം റിയലെ വോയിസായത് അത് ചിന്തിച്ചിരിക്കുകയായിരുന്നു അതെ എൻ്റെ റിയൽ വോയിസാണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും അതെ ഞാൻ ഇംഗ്ലീഷിലും കുറച്ച് മലയാളം സംസാരിക്കും ജിന്നി ചിരിച്ചിട്ട് പറയായിരുന്നു അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട്സ് കോൺഗ്രസ് മച്ചി എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ചിരിക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിനും അതെ അങ്ങനെയായിട്ട് പിന്നെ 3 ബേബീസ് വരുന്ന കണ്ടായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഷോക്കായിരുന്നു എന്താ ഇത് ഇല്ലടി എൻ്റെ ബേബീസാണ് വീട്ടിലാ ഉള്ളതെടി ഇപ്പോൾ വന്നതാ വാശി പിടിച്ച് അങ്ങനെ ഹീറോയിൻ വന്ന് സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു ശരി എൻ്റെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണല്ലേ ബേബീസ് ശരിടി എന്ന് പറഞ്ഞു ഹീറോയിൻ പാർട്ടിക്ക് വന്നു കുറച്ച് നേരമായിരുന്നു ശരിയടി ഞാൻ പോവാ പറഞ്ഞ് എല്ലാവർക്കും പാർട്ടി പറഞ്ഞു ആ പാർട്ടിക്ക് വേണ്ടി വന്നത് ശരി ഓക്കെ എന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ച് പോയത് അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറച്ച് ഗേൾസ് ജലസ് ആയിരുന്നു ഹീറോയിനെ കണ്ടി ഹസ്ബൻഡ് എന്ത് കെയറിങ് ചെയ്യാം ഞങ്ങളുടെ ഹസ്ബൻഡ് കുറിച്ച് തല്ലാനായിട്ട് അതിലൊരു പെണ്ണുണ്ടായിരുന്നു മേഘൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു പോലീസാണ് പോലീസ് ജോലിക്ക് പോകും ഡ്യൂട്ടിക്ക് പോകുക അത് മാത്രമല്ല കുടിക്കും ഭയങ്കര ടെൻഷൻ പാർട്ടിയാണ് അങ്ങനെ മേഘന അതിൽ ദിയ ഉണ്ടായിരുന്നു ദിയ പറയായിരുന്നു എന്താ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായിരിക്കുക ദിയ എൻ്റെ ഹസ്ബൻഡ് ഫേമസ് ഡോക്ടറാണ് അങ്ങനെ ഫേമസ് ഒന്നുമില്ല ഇവൾക്ക് ഭാഗ്യം എന്ന് പറഞ്ഞ് ആ പെണ്ണുക്ക് കുറച്ച് ദിവസമായിരുന്നു പിന്നെ ബാക്കി ഗേൾസ് എല്ലാം പറയുന്നത് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ കാണാൻ സമയത്ത് അവർ ഹസ്ബൻഡ് കുറച്ച് അതുകൾ മാറി ജിൻ യങ്ങായിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ ഹസ്ബൻഡ് തടച്ചിട്ട് ഹീറോയിൻ ജോലിയായിട്ട് ജിന്നി കൂടെ ഹാപ്പിയായിരുന്നു ബേബീസ് എല്ലാം വന്നു മമ്മി എന്നെ പറഞ്ഞ അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ടുണ്ടായിരുന്നു ഹീറോയിൻ മയങ്ങി വീണു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺഗ്രസ് ജിൻ നിങ്ങൾ വൈഫായിട്ടുണ്ട് ജിൻ കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു അതിനായിട്ട് അങ്ങനെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.